വളരെ വേഗം ആഗ്രഹ സാഫല്യത്തിനായി, അതായത് നമ്മുടെ മനസ്സ് എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നിമിഷങ്ങൾക്കുള്ളിൽ നടന്നു കിട്ടുന്നതിന് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. നമുക്കറിയാം, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷിപ്രപ്രസാദിയാണ്. മനസ്സറിഞ്ഞ് നമ്മളൊന്ന് മുരുക ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നമ്മുടെ പൊന്നു ഭഗവാൻ. ഭഗവാനെ മനമുരുകി വിളിച്ചിട്ട് നമ്മുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വിഷമത്തിന് പിന്നിൽ എന്ത് തന്നെ കാരണമായാലും ഭഗവാൻ അത് കണ്ടു നിൽക്കാനാവില്ല കേട്ടോ. ഇവിടെ പറയുന്ന ഈ ഒരൊറ്റ വഴിപാടിലൂടെ നമ്മൾ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിനും, നമ്മൾ കാലങ്ങളായി അനുഭവിക്കുന്ന ഏതൊരു വിഷമത്തിനും ഉടനടി പരിഹാരമാണ് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നൽകാൻ പോകുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ഏറ്റവും ഫലപ്രദമായി എത്രയും പെട്ടെന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ വഴിപാടിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കറിയാം, ശിവന്റെയും ശക്തിയുടെയും പുത്രനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ പാപ ദുരിതങ്ങളും നീങ്ങി ആഗ്രഹ സാഫല്യമുണ്ടാകും. മനഃശുദ്ധിക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിനും മംഗല്യഭാഗ്യം തെളിയുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും ശ്രീ മുരുകനെ ഭജിക്കുന്നത് ഫലപ്രദമാണ്. നിത്യജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ശത്രുദോഷം, ദൃഷ്ടിദോഷം, ശാപദോഷം, ചൊവ്വാദോഷം എന്നിവയ്ക്കെല്ലാം സുബ്രഹ്മണ്യ ആരാധന ഉത്തമമായ പരിഹാരമാണ്. രോഗദുരിത ശാന്തിക്കും ഇഷ്ടകാര്യ വിജയത്തിനും ക്ഷിപ്രഫലപ്രദമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു അത്ഭുതകരമായ വഴിപാട് നടത്തിയ. ഇനി വഴിപാടിനായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. വളരെ വേഗം ആഗ്രഹ സാഫല്യത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്ന സുപ്രധാനമായ നേർച്ചകളിൽ ഒന്നാണ് ഒറ്റ നാരങ്ങ വഴിപാട്. മുരുകൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഈ വഴിപാട് നടത്തേണ്ടത്. സന്താന ഭാഗ്യം, സന്താനങ്ങളെ ചൊല്ലിയുള്ള സകല ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനം. നമ്മൾക്കറിയാം, അമ്മ മനസ്സുകളൊക്കെ ഇങ്ങനെ മക്കളെ ചൊല്ലി അതീവ ദുഃഖിതരായിട്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ എല്ലാവരും തന്നെ മക്കളെ ചൊല്ലി പല പല വിധ ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ആയിരിക്കും. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഇതാ തീരാൻ പോവുകയാണ്. അതുപോലെ തന്നെ സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. എത്രയോ വഴിപാടുകൾ, എത്രയോ ക്ഷേത്രങ്ങളിൽ നടത്തിയിട്ട് സന്താന ഭാഗ്യം ലഭിക്കാത്ത എത്രയോ അച്ഛനമ്മമാരുണ്ട്. ഇവർക്കെല്ലാം ഉള്ള ഒരു പരിഹാരം ഈ ഒരൊറ്റ വഴിപാടിലൂടെ എത്രയും വേഗം ലഭിക്കാൻ പോവുകയാണ്. സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് മനമുരുകി വിളിച്ച് ഈ ഒരൊറ്റ വഴിപാട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അതുപോലെ മംഗല്യ സിദ്ധിക്ക്, ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതെന്ത് തന്നെയായാലും ഉടനടി നടക്കാൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠന മികവിന്, ജോലി സംബന്ധമായ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങുന്നതിന്, ശത്രുക്കളെ കൊണ്ടുള്ള പ്രാക്ക് ദോഷം, അതുപോലെ നാവ് ദോഷം തുടങ്ങി ശത്രുക്കളെ കൊണ്ടുള്ള ഏതുവിധ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, ഈ ഒരൊറ്റ വഴിപാടിലൂടെ സുബ്രഹ്മണ്യ സ്വാമി അതെല്ലാം നീക്കി തന്ന് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിലുമെല്ലാം സർവ്വവിധ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കും ലഗ്നം 2-ലോ 7-ലോ 8-ലോ നിൽക്കുന്നവർക്കും ഈ പറയുന്ന 3 നക്ഷത്ര ജാതർ, അതായത് മകയിരം, ചിത്തിര, അവിട്ടം, ഈ നക്ഷത്രക്കാരും ചൊവ്വാപ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അതിന് സുബ്രഹ്മണ്യ ഭജനമാണ് ഏറ്റവും ഉത്തമം. ഈ ഒരൊറ്റ നാരങ്ങ വഴിപാടിലൂടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം, ഇത് മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നിശ്ചിതമായ പരിഹാരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നമ്മൾക്ക് നൽകുന്നതാണ്. ഇനി ഒറ്റ നാരങ്ങ വഴിപാട് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. മുരുകൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമായ ചൊവ്വാഴ്ചയാണ് ഈ വഴിപാട് നമ്മൾ നടത്തേണ്ടത്. ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ ദേവത ആയതിനാലാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ചകളിൽ ഒറ്റ നാരങ്ങ വഴിപാട് നമ്മൾ നടത്തുന്നത്. 6 ചൊവ്വാഴ്ചകളിൽ മുടങ്ങാതെ ഇത് നടത്തിയാൽ അഭീഷ്ട സിദ്ധി ഉറപ്പാണ്. അതായത് നമ്മൾ എന്ത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാലും ഭഗവാൻ അത് കൈവെള്ളയിൽ കൊണ്ടു തരുമെന്നത് സുനിശ്ചിതമായ കാര്യമാണ്. നിങ്ങൾ ഈ ഒരൊറ്റ നാരങ്ങ വഴിപാട് ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ ഭഗവാൻ അത് നടത്തിത്തരും. യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ ഒരൊറ്റ നാരങ്ങ വഴിപാടിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരു നാണയവും വെളുത്ത ഒരു പുഷ്പവും വെച്ച്
ഭക്തിപൂർവം പ്രാർത്ഥനയോടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വാഴയിലയിൽ ഒരു നാരങ്ങയും ഒരു നാണയവും വെളുത്ത പുഷ്പവും വെച്ചിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകണം. വാഴയില ഒന്ന് നനച്ച് വെള്ളം കുടഞ്ഞ് ശുദ്ധിയാക്കിയിട്ടൊക്കെ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ഭഗവാനെ തൊഴുത് വണങ്ങിയ ശേഷം ശ്രീകോവിലിന് 6 തവണ പ്രദക്ഷിണം ചെയ്ത് ഇത് നമ്മൾ നടയിൽ സമർപ്പിക്കാവുന്നതാണ്. ഇതാണ് കൃത്യമായ ആ ചടങ്ങ് എന്ന് പറയുന്നത്. വഴിപാട് തുടങ്ങുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച, നമ്മൾ പറഞ്ഞു ചൊവ്വാഴ്ച ദിവസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. നമ്മൾ എന്ത് തന്നെ സമർപ്പിച്ചാലും എന്ത് തന്നെ വഴിപാട് നടത്തിയാലും എന്ത് പ്രാർത്ഥനകൾ നടത്തിയാലും എല്ലാം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി പെട്ടെന്ന് കേട്ടിട്ട് നമ്മൾക്ക് അത് നിവർത്തിച്ചു തരുന്ന ഒരു ദിവസം കൂടിയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചൊവ്വാഴ്ചയാണ് ഈ വഴിപാട് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. വഴിപാട് തുടങ്ങുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സുബ്രഹ്മണ്യ സ്വാമിക്ക് എത്രയും പ്രിയപ്പെട്ടവനാണ് സാക്ഷാൽ വിഘ്നേശ്വരൻ, സാക്ഷാൽ ഗണപതി ഭഗവാൻ എന്ന് നമുക്കറിയാം. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മൾ തുടങ്ങുന്ന ഈ വഴിപാട് തുടങ്ങുന്ന ആ ചൊവ്വാഴ്ച നമ്മൾ ശ്രീ ഗണപതി ഭഗവാനെ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഭഗവാന് വേണ്ടി വിഘ്ന നിവാരണനായ ഗണപതി ഭഗവാനും ഇതേ രീതിയിൽ ആദ്യത്തെ ചൊവ്വാഴ്ച നമ്മൾ വഴിപാട് സമർപ്പിക്കണം. അതായത് ഈ ഒറ്റ നാരങ്ങ വഴിപാട് തുടർച്ചയായി 6 ചൊവ്വാഴ്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മൾ ഈ നാരങ്ങ സമർപ്പിക്കുന്നതിനൊപ്പം ഗണപതി ഭഗവാനും കൂടി ഇത് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് 6 ചൊവ്വാഴ്ച ഇത് നടന്നു കിട്ടണമല്ലോ. അത് തടസ്സങ്ങളൊന്നും വരുത്തരുതേ ഭഗവാനെ. ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യുന്ന ഈ ഒരു വഴിപാട് അതിൻ്റെതായ രീതിയിൽ പൂർത്തീകരിച്ച് എന്റെ ആഗ്രഹ സാഫല്യത്തിന് ശ്രീ വിഘ്നേശ്വരന്റെ അനുഗ്രഹവും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നേശ്വരനും നമ്മൾ ആ ആദ്യത്തെ ചൊവ്വാഴ്ച മാത്രം ഒറ്റ നാരങ്ങ സമർപ്പിക്കണം. അടുത്ത 5 ചൊവ്വാഴ്ചകളിൽ ഈ സമർപ്പണം സുബ്രഹ്മണ്യ സ്വാമിക്ക് മാത്രം മതിയായിട്ടോ. 6ാം തവണ ഭഗവാന് നാരങ്ങ മാല കൂടി സമർപ്പിക്കണം. അതായത് 5 ചൊവ്വാഴ്ച നമ്മൾ നാരങ്ങ സമർപ്പിച്ചു, ഒരൊറ്റ നാണയവും ഒരു വെളുത്ത പുഷ്പവും കൂടിയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അങ്ങനെ 6ാമത്തെ ചൊവ്വാഴ്ച നമ്മൾ ഭഗവാന് നാരങ്ങ മാല കൂടി സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അതങ്ങനെയാണ്, അതിന്റെ ഒരു ചിട്ട എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ആ വഴിപാട് പൂർത്തീകരിക്കേണ്ടത്. തികഞ്ഞ ഭക്തിയോടെ ഈ വഴിപാട് നടത്തുന്നവരുടെ ഏതൊരാഗ്രഹവും തീർച്ചയായും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നടത്തി തരുമെന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് കേട്ടോ. ഈ വഴിപാട് നടത്തുന്ന സമയത്ത് ക്ഷേത്ര ദർശനത്തിലുടനീളം നമ്മൾ ഓം വജൽഭുവേ നമഃ, ഓം ശരവണ ഭവ എന്നീ സുബ്രഹ്മണ്യ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്ക് നമ്മൾക്ക് ഏറ്റവും ഉത്തമമായി ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. അങ്ങനെ തീർച്ചയായും ഏറ്റവും അടുത്ത ചൊവ്വാഴ്ച മുതൽ 6 ചൊവ്വാഴ്ച മുടങ്ങാതെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ ഒരൊറ്റ നാരങ്ങ വഴിപാട് നിങ്ങളൊന്ന് സമർപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അകറ്റി സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ജീവിതത്തിലുടനീളം ഉണ്ടാകുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. ഈ ഒരു വഴിപാടിലൂടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം മാത്രമല്ല, സാക്ഷാൽ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വിഘ്നേശ്വരന്റെയും കൂടി അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊരു കാര്യവും നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തീർച്ചയായും ഏറ്റവും അടുത്ത ചൊവ്വാഴ്ച തന്നെ ഈ ഒരൊറ്റ നാരങ്ങ വഴിപാട് അടുത്തുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾ മറക്കരുത്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയും മഹാദേവിന്റെയും ദേവിയുടെയും വിഘ്നേശ്വരന്റെ അനുഗ്രഹം ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.